കുട്ടികളുടെ സുരക്ഷ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെതിരെ നടത്തുന്ന ഏതൊരു തരത്തിലുള്ള ലൈംഗിക അതിക്രമവും പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് നിയമപ്രകാരം ഗുരുതരമായ കുറ്റകൃത്യമാണ്. ദ സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഈസ് എവരിവൺസ് റെസ്പോൺസിബിലിറ്റി. Any form of sexual abuse against children below 18 years of age is a serious criminal offence under the Protection of Children from the Sexual Offences Act. നമ്മൾ ഇന്ന് പോക്സോ ആക്ടിനെ കുറിച്ച് പഠിച്ചു. പോക്സോ ആക്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ പോക്സോ ആക്ട് എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള നമ്മുടെ കുട്ടികളെ സെക്ഷൽ ഹരാസ്മെൻറ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആക്റ്റാണ്. ഈ ഒരു ആക്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് അധ്യാപക വിദ്യാർത്ഥികളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ആക്ട് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു റിപ്പോർട്ടിംഗ് ഈസ് മാൻഡേറ്ററി. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തന്നെയല്ല, അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മിക്കവാറും ഇതിനകത്തെ പ്രതി എന്ന് പറയുന്ന ആൾ ഒരു പക്ഷേ പെൺകുട്ടി റിലേറ്റീവ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഫാമിലി മെമ്പർ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണത്തിൽ ഭയങ്കര കുറവ് വരും. അവിടെയാണ് നമ്മൾ അധ്യാപകരുടെ പ്രാധാന്യം ഈ ഒരു പോക്സോ കേസിൽ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊക്കെ നാളെ അധ്യാപകരാകാൻ പോകുന്നവരാണ് അല്ലേ? അപ്പോൾ നാളെ നിങ്ങളൊരു സ്കൂളിൽ ചെന്ന് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ, ആ കുട്ടികളുടെ മുഖം ഒന്ന് വാടിയാൽ അത് കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് പറ്റണം. കാരണം അധ്യാപകരെന്ന് പറയുന്നത് സെക്കൻഡ് പേരൻസ് എന്നാണ് പറയുക. പക്ഷേ പേരൻസിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ പേരൻസിനോട് പറയാൻ പേടിയുള്ള കാര്യങ്ങളോ ഒക്കെ അവർ പറയാൻ ആഗ്രഹിക്കുക നമ്മൾ അധ്യാപകരോടായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ആ ഒരു കണ്ണോടെ, അവരുടെ മനസ്സൊന്ന് വാടിയാൽ, അവരുടെ മുഖം ഒന്ന് വാടിയാൽ നമുക്കറിയാൻ പറ്റണം. വളരെ കരുതലോടെ സ്നേഹത്തോടെ അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ അങ്ങനെ ഒരു അധ്യാപകനോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് പോകുമായിരുന്നു ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ നിങ്ങളോടൊരു കൊച്ചു പെൺകുട്ടിയുടെ കഥ പറയാം. പഠിക്കുമായിരുന്നു, ഇപ്പഴാ ഒന്ന് ഫോൺ എടുത്തത്. എപ്പോഴും തന്നെയല്ലേ പറയുന്നത്. അച്ഛൻ വന്നു കേട്ടോ. ഇല്ല, ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. നീ ചെറുപ്പം വന്നപ്പോ മുതല് ഇതുവരെ കഴിയാനായില്ലേ? നിങ്ങൾ താഴത്തേക്ക് വെക്കുക, ഒന്ന് പഠിക്കാനില്ല നിനക്ക്. 5 മിനിറ്റ് ബുക്ക് തുറന്നാ 10 മിനിറ്റ് ഫോൺ നോക്കിക്കോളും കേട്ടോ. എന്തെല്ലാം പഠിക്കുമെന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്നിനു വന്ന് വായിച്ചേ. അതെങ്ങനെയാ? എനിക്കല്ലേ കരിങ്കല്ലിൽ ആയിരിച്ച പോലെ. എന്റെ വായി ഒന്ന് കേൾക്കണ്ടേ? വന്നേ രണ്ടുകൂടെ നിർത്തത്തോടാ. കുറെ നേരം നോക്കിട്ടെ ഒന്ന് മനസ്സമാനമായിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. ഇവിടെ വരുമ്പോഴേക്കാണോ വെള്ളം കുടിക്കാൻ പോലും സമയത്തില്ലേ? വീട്ടിൽ പോകുന്നുണ്ടോ?
അറിയല്ലേ? എന്ത് പറ്റി? വന്നപ്പോ തൊട്ട് എന്തോ ഉള്ളിലുണ്ടോ ഉറപ്പാ. ഇങ്ങനെ ഇരിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? പൊന്നുമോനുണ്ട്. അവളെങ്ങനെ വന്നെ? അവനുണ്ട്. അവൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അവൻ ഒന്നും പറഞ്ഞൊന്നുമില്ല. അതുകൊണ്ടും ചായ കുടിക്കാൻ പോലും നിന്നില്ല. അവിടെ കൊണ്ടിട്ടങ്ങ് പോയി. ഈയിടെയായിട്ട് അവന്റെ രീതികളൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതായത് അറിയാമല്ലോ, കുറച്ച് പൈസ കടം മേടിച്ചായിരുന്നു. ശരിയാ, ഈ വീട് വെക്കാനും ഒക്കെ ആയിട്ട് അവര് പൈസ മേടിച്ചായിരുന്നു. പക്ഷെ എന്നും പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്തിനാണ് അവർ ചോദിക്കുന്നത്? എനിക്കൊരു തനി റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിങ്ങനെയൊക്കെ സംസാരിക്കും. നാട്ടുകാരുടെ മുന്നിൽ വെച്ചും എന്തിനാ അവർ ഇങ്ങനെ ഒരു ഷോയൊക്കെ ഇറങ്ങുന്നത്? എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിന്റെ വർത്താനമാണ് നീ പറയുന്നത്. എന്നോട് ഞാൻ സംസാരിക്കുമ്പോൾ എന്നോട് നിൽക്കേണ്ടതല്ല. ഞാനിത് കടം മേടിച്ചൊക്കെ എന്നത്തിന് വേണ്ട, ആർക്കും വേണ്ട, എനിക്ക് ഇവിടെ നിന്ന് ചോദിക്കാൻ വേണ്ടി. എന്നാ നീ ഇപ്പൊ ഇവിടെ നിന്ന് ചോദിക്കുന്നത് നമ്മുടെ മക്കളും എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന ഈ വീടുള്ളതുകൊണ്ടാ. അത് എങ്ങനെ ഉണ്ടായത്? ശരി, ഞാൻ കടം മേടിച്ചോണ്ടാ എന്ന് പറഞ്ഞ ഇങ്ങനെയാണോ നീ സംസാരിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? നിനക്ക് എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്കിവിടെ വീട്ടിൽ ഇരുന്നാൽ പോരെ? 2 പെൺപിള്ളേർ വളർന്നു വരുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണം. ഇതിനെല്ലാം ഓടാനായിട്ട് ഞാനിത് മാത്രമല്ലേ ഉള്ളൂ. ഞാനൊരു കാര്യം ചെയ്തേ, കടം വാങ്ങിയത് കൊണ്ട് എന്ത് സുഖം കിട്ടുന്നേ? ഇതിപ്പം ഉള്ളത് നിങ്ങളൊന്നും കൂടി കുലും കൂടി ആയില്ലേ? നിന്നെ അറിയിച്ചില്ലായിരുന്നു. നിനക്ക് സൂചിച്ചിരിക്കായിരുന്നു. ഇവിടെ അറിയിച്ചോണ്ടല്ലേ ഇപ്പൊ എനിക്ക് ഈ പ്രശ്നം. ഇത് പറയാൻ പാടില്ല. അതാണ് ഞാൻ ചെയ്തത് തെറ്റ്. അതെ, അല്ലേലും എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ മര്യാദയ്ക്ക്? എങ്ങനെ പറയാം? ഇതല്ലേ നിന്റെ റെസ്പോൺസ്. പിന്നെ എങ്ങനെ പറയുന്നത്? എന്നോട് ഇപ്പൊ നിങ്ങൾ നോക്കി നോക്കി ഇപ്പൊ ആ കടം വാങ്ങിച്ചത് എന്റെ വീട് കത്തില്ല എനിക്ക് പറ്റുമോ? അവൻ അപ്പന്റെ അമ്മേന്റെ മുഖത്ത് വരെ പുച്ഛമായിപ്പോ. അതെങ്ങനെയാ? കെട്ടിച്ചപ്പോ ഒരു സ്വർണ്ണം ഉണ്ടായിപ്പോ ഇവിടെ. ആകെ പഴയ താലി മാത്രമുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ സ്വർണ്ണം എന്ന് പറയാൻ? ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന നീ ഇറങ്ങി പൊക്കോ. എന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന പൊക്കോ. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ അന്നേരം പറഞ്ഞു കേട്ടോ, ഇറങ്ങിപ്പൊക്കോ ഇറങ്ങിപ്പൊക്കോ. എന്തെങ്കിലും പറയാൻ പ്രശ്നമുണ്ട്. ഞാൻ പോവാം. മണി 10 ഇവിടെ ആർക്കും വിശപ്പും താങ്ങുന്നില്ല. കുറെ നേരം ആയാലും ഇതിപ്പോ എനിക്കിട്ടുള്ളതാണോ അതോ അമ്മയ്ക്കിട്ടുള്ളതാണോ? നിന്റെ അമ്മയോട് വല്ലതും പറയണമെങ്കിൽ എനിക്ക് നേരിട്ട് പറയാതെ, അല്ലാതെ നിന്നോട് പറഞ്ഞിട്ട് അതവിടെ നമ്മൾ കേട്ടിട്ട് അതിന്റെ ആവശ്യം എനിക്കില്ല കേട്ടോ. ഇങ്ങനെ വിചാരിച്ച് എനിക്ക് അമ്മ പേടിയാണ്. എനിക്കാരും പേടിയൊന്നുമില്ല. ഞാനങ്ങനെ പറഞ്ഞില്ല. അച്ഛൻ തന്നെ എപ്പോഴും മാസം. ശരി, അല്ല ഇവിടെ ആർക്കും കഴിക്കാനും കുടിക്കാനൊന്നും വേണ്ടേ? നോക്കിയിരുന്നാ മതിയോ? വേണം, കഴിക്കണം. വിശക്കുന്നുണ്ട്. അച്ഛനും അമ്മയും കൂടെ വഴക്കുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പിന്നെ ആരും ഇവിടെ ചോറ് എടുത്ത് തരാനും കഴിക്കാനും ഉള്ളത്. എനിക്കാരും പിണക്കൊന്നുമില്ല. നിങ്ങളെ ഉറപ്പാണ്, പിണക്കൊന്നുമില്ല. എനിക്കാരും ആ, എന്നാ കുഴപ്പമില്ല. അമ്മ അച്ഛന്റെ പിണക്കം മാറിയെന്നാ പറയുന്നത്. എന്നാ ചോറ് എടുത്തിട്ടേക്കും പോരെ. ഓ, ഇനിയിപ്പൊ ഞാനായിരിക്കും പടക്കം കാണിക്കുന്നത്. പിന്നെ ഞാനാണോ? എന്റെ ദൈവം, ഇനി രണ്ടുപേരും കൂടി ഇനി തുടങ്ങല്ലേ അത് പറഞ്ഞോണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞു പറഞ്ഞ പ്രശ്നം പോയി നീ പിണകാറായി കഴിക്കേ അല്ലേ? എനിക്ക് വേണം വേമാടി പ്ലേറ്റ് കൊണ്ട്. ഓ, ദാ വരുന്നു. അല്ല, എന്ത് നമ്മുടെ ഇളയപുത്രി എന്ത് ചെയ്യാം? വന്നപ്പം കയറി കടന്നു അറിയാതെ ഞാൻ പറഞ്ഞു. ഞാൻ വിളിച്ചതാ ചോറിനെ. ഇനി ഞാൻ വിളിക്കുന്നില്ല. എത്ര നേരം ഒരാൾ വിളിക്കുന്നത്? അല്ല, അതെങ്ങനെ ശരിയാവുന്നത്? എന്റെ കൊച്ചില്ല, ഞാൻ എങ്ങനെ കഴിക്കുന്നത്? ഞാൻ വിളിച്ചിട്ട് വരാം.
ഇവിടെ ആരുമില്ലേ? ഇല്ല, അമ്മച്ചിയും ചാച്ചനും പറയുമ്പോ കല്യാണം അതിന് പോയി. ഞാൻ മാത്രമേ ഉള്ളൂ. എന്ത് കോലമാ ഇത്? കണ്ടാലും മതി. എന്ത് മണമാ ഇത്? എനിക്കാണെങ്കിൽ മാമ അവിടെ ഇഷ്ടപ്പെടുന്നേ ഇല്ല. ഓ, നിനക്കപ്പ എന്നെ ഇപ്പൊ ഇഷ്ടപ്പെടുന്നില്ല. ഇതുപോലെ തന്നെയായിരുന്നു നിന്റെ അപ്പനും. എന്റെ കയ്യിൽ നിന്ന് കാശ് എണ്ണി മേടിക്കുമ്പോ അവൻ എന്നെ ഇഷ്ടമായിരുന്നു. അത് തിരിച്ചു വെച്ചപ്പോ അവൻ എന്നെ ഇഷ്ടമല്ല, ഞാൻ ദുഷ്ടനായി. നിനക്ക് വേദനിക്കുന്നുണ്ടോ? കുഴപ്പമില്ല, അവൻ എനിക്ക് തരാനുള്ള കാശ് അത് മുതലാക്കാനുള്ള വഴി എനിക്കറിയാം. ഒന്നുമില്ല സ്വപ്നമല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ മോളെ. എന്നാ നന്നായി പേടിച്ചിട്ടില്ല പക്ഷേ. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, ശരിയായി. എന്തിനാ കരയണേ? എടി നീ ഒരു കാര്യം നീ ഇത് കൊച്ചിനോട് പറയാം, ഞാൻ താട്ടോ കേട്ടോ മോളെ. ഒന്നുമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. അമ്മയോട് കേട്ടോ. സ്വപ്നം കണ്ടാണോ? എന്നാ പറ്റിയേ? അമ്മ ഇത് കൊച്ചിനോട് കിടന്നോളാം കേട്ടോ. ശരി കടന്നു. ഒന്നുമില്ല അമ്മ ഇതേ കൂടെ പിന്നെ പ്രശ്നം ഒന്നുമില്ല. വിശ്വാസമില്ലേ? എന്തെങ്കിലും പറഞ്ഞു ടീച്ചറ് ആലോചിച്ച് നോക്കിയേ, ആ കൊച്ചു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു ടീച്ചർ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പെൺകുട്ടി ഇനി സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു ടീച്ചറുടെ സ്നേഹവും
കരുതലും ഒക്കെയാണ് ആ പെൺകുട്ടിയെ തുടർന്ന് പഠിക്കുവാനും ജീവിതത്തിൽ വളരെ നോർമലായിട്ട് മുന്നോട്ട് പോകുവാനും ഉയരങ്ങളിലൊക്കെ എത്തിച്ചേരുവാൻ ആ പെൺകുട്ടിയെ സഹായിച്ചത് തീർച്ചയായിട്ടും ആ ടീച്ചറുടെ ഇടപെടലാണ്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്കും നല്ല അധ്യാപകരാകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സുകൾ ഇത്രയും പോലെ. ഓണം വന്നോ? വയ്യാതെ ഞാൻ വരായിരുന്നില്ലേ വീട്ടിലേക്ക്? അച്ഛാ എനിക്ക് കാണുന്ന സന്തോഷം തന്നെ, പക്ഷെ അച്ഛന്റെ വയ്യായ്മ വളർന്നതാണ്. ശുഭം മാറിയില്ലേ അച്ഛാ? അത് കുഴപ്പമില്ല, എനിക്കൊന്ന് കാണാൻ നമുക്ക് ഒന്നിച്ച് വീട്ടിലേക്ക് പോവാം അച്ഛാ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് ഒക്കെ? കുഴപ്പമില്ല അച്ഛാ, ക്ലാസ് ഒക്കെ വളരെ നന്നായിട്ട് പോകും.